എന്റെ ബ്രോ ഇത് കൊള്ളൂലെന്ന് പറഞ്ഞ ആ കോക്കിനെ കാലേ വാരി നിലത്തടിക്കണം. അയ്യോ അതെന്ത്? മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന ഇത് മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിച്ച അപരാധം എന്ന് മാത്രമേ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ സാധിക്കുള്ളൂ. എന്റെ ബ്രോ ഇത് കൊള്ളൂലെന്ന് പറഞ്ഞ ആ കോക്കിനെ കാലേ വാരി നിലത്തടിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരാളെ തല്ലുന്ന കണ്ടാ തല്ലാണെന്നും ഒരു സിറ്റുവേഷൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരല്ലേ ഇന്നത്തെ കാലത്തുള്ള. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇത് ലിജസ് പല്ലിശ്ശേരിയാണ്. നിങ്ങൾ പറയും നോട്ട് ഈവൻ കപ്പ് ഓഫ് ടീ, അങ്ങനെ ഒരു കോപ്പുമില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി ലൈക്ക് ഐ സെഡ്, ഇത് ഏതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ പോലെയും ദിസ് ഈസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ എന്ന് പറയേണ്ടി വരും. ഒരു അമർ ചിത്രകഥ കാണുന്ന രീതിയിലാണ് സിനിമ എടുത്തേക്കുന്നത്. ഒരു തരി പോലെ എനിക്കൊരു ലാഗോ ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യാം. കാരണം ഞാനും ഇപ്പം ഏതാണ്ട് തന്റെ അതേ അവസ്ഥയിലാണ്. ഞാനിപ്പോൾ നിങ്ങൾ കാണുന്നു, ഞാൻ മിക്ക ഫിലിംസ് ഇവിടെ ഒന്ന് കാണാറുണ്ട്, കണ്ടിട്ട് കൊള്ളാന്ന് പറയാറുണ്ട്. 100% ഞാൻ പറയുന്നത് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വന്ന് കാണാം. ഇതിൽ അങ്ങനെ വലിയ കൾട്ട് സാഹിത്യം വായിച്ചിട്ടൊന്ന് കാണണം അങ്ങനെ ഒരു ഒന്നുമല്ല. വളരെ സിമ്പിളായ ഒരു കണ്ടന്റ് വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹോട്ട്സ്റ്റാറിൽ വരും അധികം വൈകാതെ. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് കാണേണ്ടവർ തീർച്ചയായിട്ടും വന്ന് കാണണം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യും. പിന്നെ ഒറ്റ കാര്യം കൂടെ, ഇത് ഇപ്പം കാണാതെ കുറെ കൊല്ലം കഴിഞ്ഞ് ഇത് അന്ന് കൾട്ട് ക്ലാസിക്കാണ് കോപ്പാണെന്നും പറഞ്ഞ് ഭാവിച്ചിട്ട് കാര്യമല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.